കഴിഞ്ഞ 2 പതിറ്റാണ്ടായി അന്തിക്കാട് ജുമാ മസ്ജിദിലെ നോമ്പുതുറ ഒരുക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ 76-കാരൻ. റമദാൻ 1 മുതൽ 30 വരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഈ വയോധികന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിൽ മാത്രമേ നോമ്പുതുറ ഒരുക്കത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. സൂറ മമ്മദിക്ക എന്ന് വിളിക്കുന്ന കാരണപ്പറമ്പിൽ മുഹമ്മദാണ് 2 പതിറ്റാണ്ടിലേറെയായി പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്കായി നോമ്പുതുറയൊരുക്കുന്നത്. വൈകിട്ട് 5:15 പള്ളിയിലെത്തിയാൽ നോമ്പുതുറയ്ക്ക് ആവശ്യമായ കാരക്ക മുതലുള്ള വിഭവങ്ങൾ, ചെറുനാരങ്ങ വെള്ളം, ജീരകക്കഞ്ഞി, ഇറച്ചിയും പത്തിരിയും തുടങ്ങിയ എല്ലാ ഇനങ്ങളും 100ഓളം പ്ലേറ്റുകളിൽ വിളമ്പി എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നോമ്പു തുറക്കാനുള്ള സൗകര്യമൊരുക്കുകയെന്ന ചുമതല പ്രതിഫലം പറ്റാതെയാണ് മമ്മദിക്ക 20 വർഷമായി ചെയ്തു വരുന്നത്. മസ്ജിദുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അവിചാരിത സംഭവങ്ങളുണ്ടായാൽ അവ തരണം ചെയ്യാൻ ഈ 76-കാരൻ മുന്നിൽ തന്നെയുണ്ടാകും. ഏറെ പഴക്കം ചെന്ന ഒരു സൈക്കിളിലാണ് സഞ്ചാരം. പഞ്ചായത്തിന്റെ കരാർ ജോലികൾ ചെയ്തും കോൾച്ചാലുകൾ ലേലത്തിനെടുത്ത് മത്സ്യബന്ധനം നടത്തിയും മുളകൾ കരാറിനെടുത്ത് മുറിപ്പിച്ച് വിറ്റും ഭൂമി കച്ചവടം നടത്തിയുമൊക്കെയാണ് മമ്മദിക്കയുടെ ഉപജീവനം. റമദാൻ മാസത്തിൽ തിരക്കുകൾ മാറ്റിവെച്ച് നോമ്പുതുറയൊരുക്കാൻ മുൻപിലുണ്ടാകുന്ന മമ്മദിക്ക നാട്ടിൽ 4 മുഹമ്മദുമാരായപ്പോൾ ഭാര്യ സുഹറയുടെ പേര് മുന്നിൽ ചേർത്ത് തിരിച്ചറിയാൻ ധൈര്യം കാട്ടിയാണ് സൂറ മമ്മദ് ആയി മാറിയത്. 20 വർഷത്തിന് മേലെ 5:15 വിട്ടു പോകില്ല. 5 മണിക്ക് വരും. വെള്ളം കൊടുക്കേണ്ട കാര്യം, ഭക്ഷണം നിങ്ങൾ ശരിയാക്കേണ്ട കാര്യം, ഭക്ഷണങ്ങൾ പല സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്നത് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കും. ആൾക്കാരൊക്കെ വരും. കഠിന വ്രതമെടുത്ത് നോമ്പു തുറക്കാനെത്തുന്ന വിശ്വാസികളുടെ മുൻപിൽ വിഭവങ്ങൾ വിളമ്പുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന സംതൃപ്തി പിന്നീടവർ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ചെയ്യുന്ന ദുആയിൽ താൻ കൂടി സ്ഥാനം പിടിക്കുന്നതിനിടയാക്കിയാൽ തന്റെ പ്രവർത്തനങ്ങൾ സഫലമായെന്ന വിശ്വാസത്തിലാണ് വയോധികനായ ഈ വിശ്വാസി. TCV ന്യൂസ്, തൃശൂർ.